വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 18 മോക്ഷ സംന്യാസ യോഗം. ശ്ലോകം 38 മുതൽ 43 വരെ. ശ്ലോകം 38. വിഷയേന്ദ്രിയ സംയോഗാത് യത്തദഗ്രേ അമൃതോപമം പരിണാമേ വിഷമിവ തത്സുഖം രാജസംസ്മൃതം. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള സംയോഗം കൊണ്ടുണ്ടാകുന്നതും ആരംഭത്തിൽ അമൃതതുല്യമായും പരിണാമത്തിൽ വിഷം പോലെ ദുഃഖപ്രദമായി ഭവിക്കുന്നതുമായ സുഖത്തെ രാജസസുഖം എന്ന് പറയുന്നു. ശ്ലോകം 39. യദഗ്രേ ചാനുബന്ധേ ച സുഖം മോഹനമാത്മനഃ നിദ്രാലസ്യ പ്രമാദോത്ഥം തത്താമസമുദാഹൃതം. ആരംഭത്തിലും തുടർന്നും വിവേകത്തെ നശിപ്പിച്ച് മോഹമുളവാക്കുന്നതും നിദ്ര, അലസത, ചിത്തഭ്രമം ഇവ ഹേതുവായുണ്ടാകുന്നതുമായ ആ സുഖം താമസം എന്ന് പറയപ്പെടുന്നു. ശ്ലോകം 40. ന തദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുക്തം യദേഭിഃ സ്യാത് ത്രിഭിർഗുണൈഃ. ഭൂമിയിലോ സ്വർഗത്തിലോ ദേവന്മാരിലോ മറ്റെവിടെയെങ്കിലുമോ പ്രകൃതിയിൽ നിന്ന് ജനിച്ച ഈ 3 ഗുണങ്ങളല്ലാതെ ഒന്നും തന്നെ ഇല്ലേയില്ല. ശ്ലോകം 41. ബ്രാഹ്മണക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർഗുണൈഃ. ഹേ പരന്തപ, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിവരുടെ കർമ്മങ്ങൾ അവരവരുടെ സ്വഭാവത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന സത്വ, രജ, തമോ ഗുണങ്ങളാൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ശ്ലോകം 42. ശമോദമസ്തപഃ ശൗചം ക്ഷാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. മനോനിയന്ത്രണം, ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തൽ, ധർമ്മപാലനത്തിനായി എന്തു ക്ലേശവും സഹിക്കാനുള്ള കഴിവ്, ആന്തര ബാഹ്യശുദ്ധി, ക്ഷമ, നിർമ്മലമായ ബുദ്ധി, വ്യക്തമായ കാഴ്ചപ്പാട്, സർവത്ര ഈശ്വരബുദ്ധി, ശാസ്ത്രങ്ങൾ പാലിക്കുകയും പാലിപ്പിക്കുകയും ചെയ്യൽ, ഇതാണ് ബ്രാഹ്മണന്റെ സ്വഭാവകർമ്മങ്ങൾ. ശ്ലോകം 43. ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനമീശ്വരഭാവശ്ച ഛാത്രം കർമ്മസ്വഭാവജം. പരാക്രമം, ബലം, ധൈര്യം, സാമർഥ്യം, യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടാതിരിക്കൽ, ദാനം, ഈശ്വരഭാവം പുലർത്തൽ ഇവയാണ് ക്ഷത്രിയന്റെ സ്വഭാവകർമ്മങ്ങൾ. ഓം സർവം കൃഷ്ണാർപ്പണമസ്തു.